ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതെങ്കിലും ഒരു വലിയ വിഷയം വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുൻനിര ചാനലുകൾക്കായാലും മാധ്യമങ്ങൾക്കായാലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ചാനലുകൾ, അതായത് യൂട്യൂബേഴ്സിനായാലും വലിയ ചാകരയാണ് ചില വിഷയങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ചാകരയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ഒരു വ്യക്തി എന്ന് പറയുന്നത് അതിലേറെ കൂടുതൽ കണ്ടന്റ് തന്നൊരു വ്യക്തിയുണ്ട്. എല്ലാവർക്കും ഇളക്കി മറിഞ്ഞ് ചാകര കൊടുത്തൊരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനു മുനീർ. ബാക്കി ആരും ഇത്തരത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ ദിവസവും ഓരോരുത്തര പേരുകളാണ് അവർ ഇട്ടുകൊണ്ടിരുന്നത്. ഇന്ന് വരെ അതിനൊരു അന്ത്യമില്ല. ഇനിയും ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഓരോ നടന്മാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചായിരിക്കും ജീവിച്ചിരിക്കുന്നത്. എപ്പോഴാണോ ഈ സ്ത്രീയുടെ വായിൽ നിന്ന് നമ്മുടെ പേര് വീഴുന്നതെന്നുള്ളത്. അത്ര നല്ല കഥകളാണ് ഓരോ ദിവസവും. അത്രയധികം സുന്ദരിയായിക്കൊണ്ട് നല്ല രീതിക്ക് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ശാലീനവതിയായിട്ട് വന്നിരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വിളമ്പുന്നതെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു മാനാഭിമാനമുള്ളൊരു സ്ത്രീ വന്നിരുന്നിട്ട് ഇവിടെ അല്ല ഇത് വിളമ്പേണ്ടത്. പോലീസിനെ അറിയിക്കുക, പോലീസുമായിട്ട് ചേർന്നിട്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഇവർ ചെയ്യുന്നത് എന്താണ്? ആദ്യം മുതൽ ഇത്തരത്തിൽ ചാനലുകൾക്ക് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓരോ ബൈറ്റ്സ് ആയിട്ട്, ഓരോ ക്ലിപ്പായിട്ട്, ഓരോ ഇൻ്റർവ്യൂസ് ആയിട്ട്. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് നില നമ്പ്യാർ. അങ്ങനെ കുറേ അധികം ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്കറിയാം. ഇവർക്കൊക്കെ ഈ പറയുന്ന പബ്ലിക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് പോസിറ്റീവ് ആകണമെന്നില്ല, നെഗറ്റീവ് ആണോന്നില്ല. അത്രയും വൃത്തികെട്ട രീതിക്ക് ചിന്താഗതിയുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. ഇവരെക്കുറിച്ച് ഇത്തരത്തിൽ പറയാനുള്ള കാരണം കൃത്യമായിട്ട് പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സ്ത്രീ നല്ലൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ പറയുന്ന മാനത്തിൽ അഭിമാനം അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, ഒരാണിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അത് സിനിമ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു IT മേഖല ആയാലും ഇനി ഏതൊരു മേഖല, ആശുപത്രി ആയാലും ഇനി പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എന്തോ ആയിക്കോട്ടെ, ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവൾ വെട്ടി തുറന്ന് ആ നിമിഷത്തിൽ അതിന് പ്രതികരിക്കുക, ബാക്കിയുള്ളവരെ അറിയിക്കുക. പോലീസെങ്കിൽ പോലീസ്, വീട്ടുകാരെങ്കിൽ വീട്ടുകാരെ, അപ്പം അറിയിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ആ മേഖലയിൽ നിന്ന് ഇങ്ങനെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ സ്ത്രീയുടെ ഇൻ്റർവ്യൂകൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ, ഒരു കഥ പഠിച്ച് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് സിനിമാ കഥ പറയുന്നത് പോലെയാണ് ഇവരുടെ അവതരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തോന്നിയ ഒരു സംശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തോന്നിപ്പോയൊരു കാര്യം, ഇവർ സ്ത്രീയാണോ എന്ന് പോലും തോന്നിപ്പോയൊരു കാര്യം, അത്രയ്ക്ക് ലജ്ജാവഹമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് പറഞ്ഞത് ബാലചന്ദ്ര മേനോൻ. ഉറപ്പായിട്ടും ഇവരൊക്കെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ചെയ്തേക്കാം. കാരണം എല്ലാവരും നല്ല ആൾക്കാരൊന്നുമില്ല. ഇവർ പറഞ്ഞാൽ ചിലരെങ്കിലും ചെയ്തിരിക്കാൻ, ചിലപ്പോൾ മൊത്തം ആൾക്കാരും ചെയ്തിരിക്കുക, അതിലൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അവരെ ഇട്ട് കൊടുക്കുവാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബാലചന്ദ്ര മേനോൻ്റെ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ മുമ്പിൽ നിന്നിരുന്ന ആക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയസൂര്യയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അവർ പറഞ്ഞു തുടങ്ങിയതും അങ്ങനെയാണ്. എന്നോട് ആദ്യമായിട്ട് ഇത്തരത്തിൽ ബിഹേവ് ചെയ്ത വ്യക്തി ജയസൂര്യയാണ്. എൻ്റെ അനുവാദമില്ലാതെ എന്നോട് വൃത്തികെട്ട രീതിയിൽ ചെയ്ത കാര്യങ്ങൾ, അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം കേട്ടും കണ്ടും മടുത്ത കാര്യങ്ങളാണ്. അപ്പം അത്രയും വൃത്തിയായിട്ടൊരു കാര്യം നടന്നു. അതിനുശേഷം കോംപ്രമൈസായി എൻ്റെ കൂടെ അവിടെ വരുന്നു എന്ന് ചോദിച്ചു, ഫ്ലാറ്റിൽ വരുന്നു എന്ന് ചോദിച്ചു. ഇവിടെ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവർ പിന്നെ ഫ്രണ്ട് എന്നുള്ള രീതിക്ക് പോയി. സമ്മതിച്ചു, ഓക്കെ. ആ ഒരു സംഭവം ആദ്യമായി ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന അതാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഷോക്കാവും. കുഴപ്പമില്ല, അവർക്ക് ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയായിട്ട് പിടിച്ചു നിന്നു. വീണ്ടും സിനിമയിൽ അഭിനയിച്ചു. വീണ്ടും പറയുന്ന കാര്യം ആ ഒരു ഷൂട്ടിങ്ങിൽ തന്നെയാണ് അതിൻ്റെ സംവിധായകനായിട്ടുള്ള ബാലചന്ദ്ര മേനോനിൽ നിന്ന് അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ഉണ്ടായെന്ന് ഇത്രയും വിശദീകരിച്ച് അവർ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. പാതിരാത്രി 1 മണിക്ക് റൂമിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ പല സമയങ്ങളിൽ വിളിക്കുന്ന സമയത്ത് പല സ്ത്രീകളുമായി വൃത്തികെട്ട രീതിയിലുള്ള രംഗങ്ങൾ കാണുക. ഇങ്ങനൊരു കാര്യം കാണുന്ന സമയത്ത്, അതായത് ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ സംവിധായകൻ ഇത്തരത്തിൽപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ഞാനും അതിലേക്ക് കടക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് അവിടെ തന്നെ കൂടെ അമ്മയുണ്ടെന്ന് തന്നെ പറയുന്നു. അമ്മയെ അറിയിക്കാം, അവിടെ ഉള്ളവരെ അറിയിക്കാം, പോലീസിനെ അറിയിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് അത്രയും ഈ പറയുന്ന അഭിമാന ബോധമുള്ളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇനി 30 ദിവസമല്ല 40 ദിവസമല്ല ലക്ഷങ്ങൾ നമുക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. ഈ സ്വഭാവ ദൂഷ്യമുള്ള ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ജീവന് തന്നെ പലവരുടെയും നമ്മളെ കാഴ്ചവെക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കണ്ടതായി പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് സത്യമാണെങ്കിൽ ഒരു സ്ത്രീ, അഭിമാന ബോധമുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടല്ലേ. അതിന് പകരം ചിരിച്ച് കളിച്ച് പറയുകയാണ് 30 ദിവസം വരെ ഞാൻ അവിടെ പിടിച്ചു നിന്നു, അതിനുശേഷം 30-ാം തീയതി ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്തേക്കും പോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോയതേ ഇല്ല.
ഇവർക്ക് ഒരു സിനിമയിൽ നിന്ന് തന്നെ 2 പേരിൽ നിന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായി. പല ആൾക്കാരും ഇത്തരത്തിൽ അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണാനിടയായിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ മേഖലയിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടന്നത് എന്തിനെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത്. അടുത്ത ഇടവേള ബാബുവായി, മണിയമ്പിള്ള രാജുവായി, പിന്നെ മുകേഷായി, ഇവരിൽ നിന്നെല്ലാം നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇത്രയും കാലം മിണ്ടാതിരിക്കുന്ന സമയത്ത് ഇന്ന് വന്നിരുന്ന ഒരു കഥ പോലെ, ഒരു സ്ക്രിപ്റ്റ് പോലെ, ഒരു സിനിമാ കഥ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര ശാലീന സുന്ദരിയായിട്ട്, അതീവ സൗന്ദര്യവതിയായിട്ട് എത്ര ആസ്വദിച്ചാണ് കഥകൾ വിളമ്പുന്നതെന്ന് പറയുന്നത്. ഇത് കേട്ട് രസിക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം തന്നെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നത്. അന്ന് പറയണമായിരുന്നു ഈ കാര്യങ്ങൾ. അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരിനി എന്തിലും നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യമില്ല. കാരണം ഒരു സ്ത്രീക്ക് മാനത്തിൽ വിലയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മേഖല, ആ മേഖലയിൽ നിന്ന് ഇങ്ങനത്തുള്ള പ്രവർത്തികൾ നടക്കുന്നു എന്നുണ്ട് ബോധമായതിനു ശേഷവും പിന്നീടും ഇങ്ങനെ നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, ഉറപ്പായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി അതിനകത്ത് ആദ്യമായി ഇവരോട് ഇത്തരത്തിൽ പെരുമാറിയത് ജയസൂര്യയാണെന്ന് പറഞ്ഞു. വീണ്ടും ജയസൂര്യയുടെ സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വൈകൃതം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ ഇതിനൊക്കെ തയ്യാറാണ്, റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് പോട്ടെ. മുകേഷുമായിട്ടുള്ള കാര്യം നമുക്കറിയാം. അതിൽ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2 പേരും ഈ പറയുന്ന പരസ്പര സമ്മതത്തോട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷമാണ് അവർ അത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ടാണ് മുകേഷിന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നിന്നുകൊടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവസരങ്ങൾക്ക് വേണ്ടി എല്ലാ രീതിക്കും നിന്നുകൊടുത്തതിന് ശേഷം ഇപ്പം വന്ന് ഈ വിളിച്ച് പറയുന്ന ഒരു അവസരം കിട്ടിയ സമയത്ത് ആ അവസരത്തിൻ്റെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് മുന്നേ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് നേരെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. ആ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആരെയൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടോ അവരെല്ലാം വന്നിരിക്കുകയാണ്. കുറച്ച് അന്തസ്സുണ്ടെങ്കിൽ അന്ന് പറയണമായിരുന്നു, എത്രയോ സമയം ഉണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. ഇതല്ല, കിട്ടേണ്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഈ പറയുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട്, ക്യാരക്ടേഴ്സിന് വേണ്ടി സ്വന്തം മാനം പണയം വെച്ചിട്ട് നിന്ന് കൊടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇന്ന് വന്നിരുന്ന് വലിയ രീതിക്ക് പ്രസിദ്ധി ആർജിക്കാൻ വേണ്ടി, അത് പോസിറ്റീവായിട്ടുള്ളല്ല നെഗറ്റീവായാലും കിട്ടിയാൽ മതി, ഞാനൊന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടാൽ മതി, എന്നെ കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നാൽ മതി, എന്നെ മാത്രമുള്ള വാർത്തകൾ വന്നാൽ മതി എന്നുള്ള തരത്തിലേക്ക് ഓരോ ആൾക്കാരായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി ഇവരുടെ രീതി എന്താണ്, സ്വഭാവത്തിൻ്റെ പരിശുദ്ധി എന്താണെന്നുള്ളത്. പോട്ടെ, ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരായിട്ട് വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമ്മുടെ കലാഭവൻ മണി എന്ന് പറയുന്ന അത്രയും വലിയ ജനകീയനായിട്ടുള്ള നടൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ല. ആ ഒരു കാര്യം കൂടി ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. തലേ ദിവസം ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് ജാഫർ ഇടുക്കിയുടെ കാര്യം പറയുന്നതിന് മുന്നേ അവർ പറഞ്ഞതെന്ന് പറയുന്നത് കലാഭവൻ മണി ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ള രീതിക്ക് ചെറിയൊരു ക്ലൂ പോലെ ഇട്ട് വയ്ക്കുവാണ്. പിന്നീടാണ് അടുത്ത ദിവസം ഇതൊക്കെയാണ് അതൊക്കെയാണ് നടന്നതെന്നുള്ളത്. അപ്പം മരിച്ചുപോയ ആൾക്കാരെ പോലും വെറുതെ വിടാതെ ക്ലൂ ഇട്ടിങ്ങനെ ഈ പറയുന്ന ജയസൂര്യയുടെ കാര്യത്തിൽ ഇത് തന്നെയായിരുന്നു. ഞാൻ ആരെന്ന് പറയത്തില്ല, പേര് പറയത്തില്ല, അതെനിക്ക് പറയാൻ പറ്റില്ല, പിറ്റേ ദിവസം പൊട്ടിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ക്ലൂ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിറക്കെ നടക്കും, അല്ലെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരും അതിൻ്റെ പിന്നാലെ നടക്കും. ഇവർ ആരുടെ പേരാണ് പറയുന്നത്, എന്താണ് പറയാൻ പോകുന്നത് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട്. അപ്പം ഇത്രയും പേരുടെ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും ഈ പറയുന്ന ഒരു ശ്രദ്ധ അവരിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കാനുള്ള ഒരു വൃത്തികെട്ട ഷോ ഓഫാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അത്തരത്തിൽ തൻ്റെ മാനത്തിന് അഭിമാനത്തിന് കളങ്കമേറ്റിട്ടുള്ളതിൽ ചേർന്നിട്ടുള്ള ആ പ്രവൃത്തിക്ക് എതിരെയുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിയമപരമായി മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. ഒറ്റയടിക്ക് എല്ലാവരുടെയും പേര് പറയേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവർ ആദ്യമേ വന്നിരുന്ന് പറഞ്ഞതിനകത്ത് കൃത്യമായിട്ട് കുറച്ചധികം പേരുകൾ എന്നോട് വിപരീതമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ വൃത്തികേടുകൾ ചെയ്ത പേരുടെ കൂട്ടത്തിലെ പേരുകൾ പറഞ്ഞ സമയത്ത് അതിനകത്ത് ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ഇങ്ങനെ കുറച്ച് പേരുടെ പേര് പറഞ്ഞ് അവർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പം എന്തുകൊണ്ട് അതെന്താ അവർക്ക് ഓർമ്മയില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യമില്ലേ, മറവി പെട്ടെന്ന് സംഭവിച്ചു പോയി. എന്നിട്ട് ഓരോ ദിവസങ്ങളായിട്ട് ഓരോ സെക്കൻഡിൽ ഓരോ മൊമെൻറ്റിലാണ് ഓരോ കാര്യങ്ങൾ അവർക്ക് ഓർത്ത് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ആദ്യമായി എന്നോട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തവരുടെ ലിസ്റ്റ് പറയുന്ന സമയത്ത് കുറച്ച് പേരിൽ ചുരുക്കപ്പട്ടിക ഉണ്ടാക്കിയിട്ട് അതോ ഒരുപാട് പേരുണ്ട്. അപ്പം തന്നെ ആലോചിക്കാൻ പറ്റുന്നതല്ലേ, ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നല്ല സ്ത്രീ അവിടെ നിന്ന് മാറിപ്പോവും. കുടുംബിനിയായിട്ടുള്ള നല്ല കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഇത്രയും 100 പേരുടെ ലിസ്റ്റ് പറയാൻ തയ്യാറായിരിക്കുന്ന സ്ത്രീയുടെ സ്വഭാവശുദ്ധി എന്തെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പോട്ടെ, ഒരാൾ പെരുമാറിയപ്പം മാറണമെന്നില്ല, 2 പേര് പെരുമാറിയപ്പോഴും മാറണമെന്നില്ല. 2 അതിൽ കൂടുതലോ ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ വല്ലാത്ത കളികൾ നടന്നിട്ടുണ്ട്, കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാവരും അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറേയധികം ഓഫറുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഭയങ്കര വലിയ ചാൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കഥാപാത്രങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സ്വയം നിന്ന് കൊടുക്കുക. അതിനുശേഷം ഇപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ കുറേയധികം സീൻസ് ഉണ്ടായിരുന്നു, 30 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ അവസാനം വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു, എന്നോട്
ബാലചന്ദ്ര മേനോൻ പക വീട്ടി, ജയസൂര്യ ആ സിനിമയ്ക്കകത്തൊന്നുമില്ലായിരുന്നു, ജയസൂര്യ പക വീട്ടി. ഓരോരുത്തർ അന്ന് വീട്ടിയ പകകളുടെ കണക്കിപ്പോൾ എടുത്തുകൊണ്ട് പറഞ്ഞ് പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അഭിമാനമുള്ളൊരു സ്ത്രീ ചെയ്യുന്ന പരിപാടിയല്ല. അപ്പം മിനു മുനീർ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും, ഒരുപാട് പേരുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും. ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചോ അതിലൊക്കെ. കലണ്ടർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി പൃഥ്വിരാജിൻ്റെ പേര് എപ്പോഴാണോ പറയുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. കാരണം അങ്ങനെ ഒരു സ്ത്രീയാണ്. കഥ പറയാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപക്ഷെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും. നല്ല ഭാഷയോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. അതിനായിട്ട് കാത്തിരിക്കാം.